കായ്ക്ക കായ്ക്കങ്ങ ചായ്ച്ച ചായ്ച്ചഞ്ഞ ദായിത്ത ദായിത്തന പായിപ്പ ബായിപ്പമ പായിപ്പ പായിപ്പമ ഇത്ര ഇഞ്ഞ ആഹാ ഇയാളെ മലയാളം പഠിപ്പിച്ചെടുക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. പേടിക്കണ്ട സായിപ്പേ, മലയാളികൾക്ക് പോലും ഇത് മൊത്തം അറിഞ്ഞൂടാ. ആ ഈശ്വരാ, ഇയാളെ ഞാൻ എങ്ങനെ മലയാളം പഠിപ്പിച്ചെടുക്കുവോ എന്തോ. മലയാളം പഠിക്കണമെങ്കിൽ ആദ്യം മലയാളികളെ അറിയണം. You know the Kerala politicians? No, I know only Sonia Gandhi. She's Italian, my place. Okay, you know Mr. Achyutanandan? Achyutanandan, no. He's our chief minister. Oh. Okay, you know our film stars? You are movie actors? Yes, Mr. Mammootty, Mr. Mohanlal, Mr. Suresh Gopi, Mr. Manoj K. Jain, Mr. Jairam, Mr. Prithviraj. Heroines പേരെന്താ? കൊള്ള സായിപ്പേ, നടികളുടെ പേര് തന്നെ അറിയണം അല്ലേ? Come on, come on. Oh. പടം വരയ്ക്കാനാണെന്ന് പറഞ്ഞ് തറവാട്ടി പറഞ്ഞ പെമ്പിള്ളാരെ വിളിച്ചിറക്കൊണ്ട് വന്നിട്ട് ഇതാണോ നിന്റെ പരിപാടി? ഇത് കേരളമാണ്. അടിച്ചതിന്റെ മോന്തരം ഷേപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ എങ്ങനെ പെരുമാറണം? Please, 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 please. There is no misunderstand me. There is nothing between us. No, there is nothing between. There is nothing between us. I'm stop. അയാളുടെ മുമ്പിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ അയാൾ എനിക്ക് പണം തരുന്നത്. അപ്പൊ പണത്തിന് വേണ്ടി നീ എന്തും ചെയ്യൂ? This is my profession. ശ്രീ ഇതിൽ ഇടപെടണ്ട. സായിപ്പിന്റെ മുന്നിൽ കുളിസീൻ ചെയ്യുന്നതാണോടി നിന്റെ പ്രൊഫഷൻ? നീ പെമ്പിള്ളേരെ മാത്രമേ കുളിപ്പിക്കുള്ളൂ. ഇങ്ങോട്ട് വാടാ. ഇനി നീ നന്നായിട്ടൊന്ന് കുളിക്കും, ഞാനൊന്ന് വരയ്ക്കട്ടെ. പോയി തുണി കൊടുക്ക. ആയില്ലേ? ഒരു പ്രാവശ്യമൊക്കെ കണ്ടാ മതി. ബാക്കിയൊക്കെ നീ മനസ്സിൽ സങ്കല്പിച്ചൊക്കെ വരച്ചാ മതി. നിന്റെ ഇറ്റാലിയൻ നമ്പർ ഒന്നും ഇവിടെ ചെലവാകത്തില്ല കേട്ടോ. സായിപ്പാള് ശരിയല്ല. അവന്റെ ഉദ്ദേശം വേറെയാ. അല്ലെങ്കിൽ ഈ മലയാളി പെൺകുട്ടികളെ കാണുമ്പോ ഈ സായിപ്പ്മാർക്ക് പണ്ട് മുതലേ ഒരു പ്രത്യേക താല്പര്യമാണ്. എന്ത് മനസ്സിലാക്കിയ വെറുതെ പാവത്തിന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചത്? രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ ലേഡി ആൻഡ് ബാത്ത് എന്ന ചിത്രമാണ് അയാളെ മോഡലാക്കി വരയ്ക്കുന്നത്. വെറുതെ ഇങ്ങനെ ശല്യം ചെയ്തതിന്റെ ചാൻസ് കളയരുത്. എന്തെങ്കിലും ചെയ്യ്. അമ്മാവാ, എന്തിനാടാ ഇങ്ങനെ അടുത്ത് വന്ന് നിന്ന് കൂവുന്നേ? എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ആറ്റിനല്ലേ കുഴപ്പം? അമ്മാവനും കൂടെ അറിഞ്ഞോണ്ടാണോ ഈ ഏർപ്പാടെന്ന് എനിക്കിപ്പോ അറിയണം. എന്താ നിന്റെ പ്രശ്നം? നിനക്കെന്താ വേണ്ടത്? സായിപ്പിന്റെ മുന്നിൽ പടം വരയ്ക്കാൻ ശില്പ പോസ് ചെയ്യുന്നത് അമ്മാവന്റെ സമ്മതത്തോടു കൂടിയാണോ? അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് കാര്യം. ഇതേ നമുക്ക് കുറച്ച് കാശ് കിട്ടുന്ന ഏർപ്പാടാ. അപ്പൊ കാശ് കിട്ടുന്ന ഏത് ഏർപ്പാടിനും അമ്മാവൻ കൂട്ടു നിൽക്കും. അങ്ങനെ ഏതേർപ്പാടിനും കൂട്ടു നിൽക്കുന്നവനൊന്നും അല്ല ചണ്ടക്കാരൻ പത്മനാഭൻ. നീ ഇങ്ങനെ കിടന്ന് കരുതുകൊള്ളാൻ മാത്രം ഞാൻ അവളെ ഫാഷൻ ഷോയ്ക്കും മെഗാ സീരിയലിനൊന്നും അല്ലല്ലോ വിട്ടത്. രവിവർമ്മ ചിത്രങ്ങൾക്ക് മോഡലാകാനല്ലേ. ചേട്ടാ, വയ്യാണ്ടായി ഈ പഴയ ചണ്ടക്കാരനെ കൊണ്ട് മാത്രം ഒരു കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ കഴിയില്ല മോനെ. എനിക്ക് ആദ്യം ചമ്മലായിരുന്നു. ഏട്ടന് പറയുമ്പോ സന്തോഷമാകും. എന്താ നിന്റെ ഉദ്ദേശം? ഏട്ടാ പ്രസാദം. ഇവളുടെ കൂടെ വഷളാവാനാണോ നിന്റെ ഭാവം? ഏട്ടാ ഞാൻ
കൂടെ കൊണ്ടുവരുന്ന എന്റെ അനിയത്തെ കൂടെ സായിപ്പിന്റെ മുന്നിൽ പോസ് ചെയ്യിപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശം? ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് ഓടി വീട്ടിലെ മേലാ ഇവളൂടെ കറങ്ങി നടക്കുന്നത് ഞാൻ കാണരുത്. വയ്ക്കോ. എന്താ ശ്രീ ഇതൊക്കെ? ആദ്യം ഞാനിത് വിശ്വസിച്ചില്ല. പിന്നീട് അറിഞ്ഞപ്പോ എങ്ങനെ എങ്ങനെ നിനക്ക് ഇതിന് മനസ്സ് വന്നു? ഞാൻ കാരണം ഒരു കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ ശ്രീ? വലിയ വലിയ സ്വപ്നങ്ങളുടെ പുറകെ പോകുമ്പോ നീ എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള ഭയം, അത് അതുകൊണ്ട് മാത്ര. ശ്രീയേട്ടാ, ഞാൻ എന്താ ഇത്? ശ്രീയേട്ടൻ എന്നും ഇങ്ങനെ ചെണ്ടുകൂട്ടി നടന്നാ മതിയോ? അതിനു വേണ്ടിയാ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. പോട്ടെ പോട്ടെ. ഓ, ഇവിടുത്തെ അംഗൻവാടി പിള്ളേരെ മലയാളം പഠിപ്പിച്ച ജീവിതം പാഴാക്കാതെ മലയാളം അറിഞ്ഞുകൂടാത്ത വിദേശ മലയാളികളുടെ മക്കളെ മലയാളം പഠിപ്പിച്ച് ഇറ്റലി പോയി 10 കാശുണ്ടാക്കാൻ നോക്കാം. സായിപ്പ് കൊണ്ടുപോകുമോ എന്തോ. എല്ലിമുളങ്കാടുകളിൽ ഹല്ലലലം പാടി വരും സായിപ്പേ, പൊന്നു സായിപ്പേ. എല്ലിമുളങ്കാടുകളിൽ ഹല്ലലലം പാടി വരും സായിപ്പേ, എന്റെ സായിപ്പേ. എന്താ അമ്മ ഇതൊക്കെ? ഏതൊക്കെ? പടം വരയ്ക്കാനെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് അവളുടെ ദേഹത്ത് മുഴുവൻ ചായം പൂശി നിർത്തിയിരിക്കുക ആ സായിപ്പ്. നീ ശരിക്കും കണ്ടിട്ട് തന്നെയാണ് പറയുന്നത്? കാണുക മാത്രമല്ല, അവനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ എന്റെ തീരുമാനം. അമ്മാവൻ എന്നോട് പറയണം, അവനോട് നേരിട്ട് ചോദിക്കണം. എങ്കിൽ ചോദിച്ചിട്ട് തന്നെ കാര്യം. സാഹിബിനെ അങ്ങനെ വിട്ടാൽ ശരിയാവുകയല്ലോ. അവന്റെ വര അത് ഇതോടെ ഞാൻ അവസാനിപ്പിക്കും. Shilpa, I am the brush and you are the canvas. E brush canvas join Cheda, famous painting in the world, Piraku. For mother, amma. Ma, Amma, amma. ma, ma. അയ്യോ, Oh, I'm sorry. അമ്മേ, അല്ലെങ്കിൽ ഈ സായിപ്പന്മാർക്ക് ഇമ്മയെന്നൊരു വിചാരമല്ലേ ഉള്ളൂ. Sorry. ഓക്കെ. പിന്നെ Very nice, these flowers. What is this flowers? ഇത് പിച്ചിപ്പൂ സായിപ്പേ, പിച്ചിപ്പൂ. Nice name, Pichapu. പിച്ചല്ല, ചായക്കൊരു വള്ളിയിട്, പിച്ചിപ്പൂ. Picha? അല്ല പറയാ, പിച്ചില്ലേ? അയ്യോ, അല്ല അത് പറഞ്ഞു. എച്ചിന്ന് കേട്ടിട്ടില്ലേ? എച്ചിയുടെ ചി, അപ്പൊ പിച്ചിന്ന് വരും. പിച്ച. അയ്യോ, പിച്ച. ഇയാളെ മലയാളം പഠിപ്പിക്കാൻ പറ്റുമോ? നീ അക്ഷരവല്ലിയോ നോക്കട്ടെ. അപ്പൊ കണ്ടോ, മൂക്കുകാണിക്ക് സായിപ്പേ, മൂക്കിങ് ഉണ്ടാ? അതെ, പോരട്ടെ സായിപ്പേ. അയ്യോ, സായിപ്പ് മലയാളം പഠിച്ചു, സായിപ്പ് പഠിച്ചു. ഇത് തന്നെ സായിപ്പേ, ചി, മനസ്സിലായോ? ഇതാണ് ചി. P. അത് P. So, ഇത് പോക്കറ്റിൽ വേണം. ഇത് പോക്കറ്റ് വേണോന്നോ? മലയാളം പറയാൻ പഠിച്ചു. മലയാളം is very easy.
ഈസി. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, മലയാളത്തിൽ ഒരക്ഷരം പറയാൻ സായിപ്പ് മൂക്കിൽ നാരിട്ടെങ്കിൽ ബാക്കി അക്ഷരങ്ങൾ മുഴുവൻ പറയാൻ ഇവിടെ എന്തൊക്കെ നടക്കുവോ എന്തോ. എന്തറിഞ്ഞിട്ടാ ശ്രീ ഇങ്ങനെ എതിർക്കുന്നത്? ആ ചിത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇനി ഇതെന്ത് മനസ്സിലാക്കാനാ? രാജാ രവിവർമ്മയ്ക്ക് പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ഒരു ഡ്രീം പെയിന്റിംഗ്, ലേഡി അറ്റ് ബാത്തിന്റെ ക്ലൈമാക്സ്. കുളിച്ചിട്ട് വരുന്ന തമ്പുരാട്ടി കൊട്ടാരത്തിന്റെ മുന്നിലെത്തുമ്പോ കയ്യിലിരുന്ന കച്ച താഴേക്ക് വീഴുന്നു. അതെടുക്കാനായി കുനിയുമ്പോ തമ്പുരാട്ടിയുടെ മേൽമുണ്ട് അഴിയുന്നു. കൊള്ളാം കൊള്ളാം, സായിപ്പിന്റെ ഐഡിയ കൊള്ളാം. എന്നിട്ട് പറ, ബാക്കിയോടെ പറ കേക്കട്ടെ. പിന്നെ അഴിഞ്ഞു വീണ മേൽമുണ്ട് വാരി പുണർന്നുകൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് ആരുടെയോ വിളി ശ്രദ്ധിക്കുന്ന തമ്പുരാട്ടി. ഈ ചിത്രം രവിവർമ്മയ്ക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു വലിയ കലാകാരന് പൂർത്തിയാക്കാൻ കഴിയാത്ത ചിത്രം വർഷങ്ങൾക്ക് ശേഷം പൂർത്തീകരിക്കാൻ മറ്റൊരു കലാകാരൻ എത്തിയിരിക്കുക. ശില്പ, രവിവർമ്മയുടെയും സായിപ്പിന്റെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ നീ നിന്നു കൊടുക്കുമ്പോൾ കൈവിട്ടു പോകുന്നത് നമ്മളുടെ സ്വപ്നങ്ങളും ജീവിതമാണ്. അത് നീ മറക്കണ്ട. ഞാൻ സുധർമ്മൻ, കിളിമാനൂർ കൊട്ടാരവുമായി ബന്ധമുള്ള ചിത്രകാരനാണ്. എന്താ ഇവിടെ? രാജാ രവിവർമ്മയും ചിത്രങ്ങൾ വരയ്ക്കുന്നതിനിടയിൽ സുഗന്ധി എന്നൊരു മോഡലിനെ പരിചയപ്പെട്ടിരുന്നു. അവളും നിങ്ങളെപ്പോലെ സുന്ദരിയായിരുന്നു. നിങ്ങൾ കാര്യം പറയൂ. പറയാം. പടം വരയ്ക്കുന്നതിനിടയിൽ രവിവർമ്മ അറിയാതെ സുഗന്ധിയുമായി പ്രണയത്തിലായി. അവൾക്കും വർമ്മയെ കാണാണ്ടിരിക്കാൻ വയ്യെന്നായി. ഇതൊക്കെ എന്തിനാ ഇപ്പൊ എന്നോട് പറയുന്നത്? ഇന്നലെ കൊട്ടാരത്തിൽ വന്ന കീഴ്പ്പാടം തിരുമേനിക്ക് ഒരു ദർശനമുണ്ടായി. എന്ത് ദർശനം? മറ്റൊരു സുഗന്ധിയെയും രവിവർമ്മയെയും തിരുമേനി കണ്ടു. എവിടെ കണ്ടു? കീഴ്പ്പാടത്തിന് ഒരിക്കലും തെറ്റാറില്ല. കണ്ടത് ഇവിടെയാണ്, എന്റെ കൺമുന്നിൽ. മറ്റൊരു സുഗന്ധിയും രവിവർമ്മയും. എന്താ എന്താ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? മറ്റൊരു സുഗന്ധിയും രവിവർമ്മയുമാകാൻ താല്പര്യമുണ്ടോ? നോ. ഒന്നുകൂടി അറിഞ്ഞോ, പ്രണയബദ്ധരായ സുഗന്ധിക്കും രവിവർമ്മയ്ക്കും ഇടയ്ക്കെവിടെയോ വെച്ച് വഴിപിരിയേണ്ടി വന്നു. Are you interested, Mr. Fabry? അന്ന് സുഗന്ധിയും രവിവർമ്മയുമായിരുന്നെങ്കിൽ ഇന്ന് ശില്പയും ഫാബ്രിയും.